നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വായ്. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ രാശിയിലും പരാഗും ജലന്ധറിൽ വെല്ലുവിളികളെ നേരിട്ടു. ഇന്ന് പരാഗിന്റെ ജന്മജന്മാന്തരങ്ങളുടെ ദാർശനിക കഥയും പ്രണയത്തിന്റെ വിരാട് രൂപദർശനവും കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിൽ രാശീലിന്റെ മനസ്സിലുയർന്ന ഏറ്റവും വലിയ സംശയത്തിന്റെ വെളിപ്പെടുത്തലും നിങ്ങൾ കേൾക്കും. പത്മിനിയും രത്തൻ സിംഗും കൊട്ടാരത്തിലെ ചിത്രങ്ങൾ നോക്കുമ്പോൾ പരാഗ് ഒരു ദാർശനിക കാര്യം പറഞ്ഞു. നമ്മൾ മഹാരാജ രത്തൻ സിംഗിന്റെയും മഹാറാണി പത്മിനിയുടെയും ആത്മാക്കളാണ്. രാശിയിൽ ജേഡിന്റെ പേര് പറഞ്ഞപ്പോൾ പരാഗ് പറഞ്ഞു, നിന്നിൽ മഹാരാജ രത്തൻ സിംഗിന്റെ ആത്മാവുണ്ട്, മഹാറാണി പത്മിനിയുടെ ആത്മാവ് എന്റെ രൂപത്തിൽ ജനിച്ചിരിക്കുന്നു. ആ ജേഡ് ആ ജന്മത്തിലെ കിൽജിയാണ്. ലിംഗമാറ്റത്തിന്റെ തർക്കം. പരാക്രമത്തിന്റെ ബലത്തിൽ ആത്മാവിന് അടുത്ത ജന്മത്തിൽ പുരുഷനായി ജനിക്കാമെന്ന് പരാഗ് വാദിച്ചു. തന്നെ പീഡിപ്പിച്ച ജേഡിന്റെ പൗരുഷമില്ലാതാക്കി അടുത്ത ജന്മത്തിൽ പുരുഷനായി ജനിക്കാനുള്ള പരാക്രമം രാശിയിൽ ചെയ്തുവെന്നും താൻ അടുത്ത ജന്മത്തിൽ സ്ത്രീയായി ജനിക്കുമെന്നും അവൻ പറഞ്ഞു. ജന്മജന്മാന്തരങ്ങളുടെ പ്രണയം. പരാഗിന്റെ വാക്കുകളിൽ രാശീലിന് പൂർണ്ണ വിശ്വാസം വന്നില്ലെങ്കിലും പരാഗ് തന്നെ ജന്മജന്മാന്തരങ്ങളുടെ പങ്കാളിയായി കാണുന്നുവെന്ന് കേട്ടപ്പോൾ അവൾക്ക് വലിയ ആശ്വാസം തോന്നി. പ്രണയത്തിന്റെ വിരാട് രൂപം. ഗുജറാത്തിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സന്ദർശിക്കുമ്പോൾ പരാഗ് വിശദീകരിച്ചു, വ്യക്തിയിൽ പ്രണയം വിരാട് രൂപം പ്രാപിക്കുമ്പോൾ അയാളുടെ വ്യക്തിത്വവും വിശാലമായ രൂപം കൈക്കൊള്ളുന്നു. സർദാർ സാഹിബിന്റെ പ്രണയം മാതൃഭൂമിയോടുള്ള പ്രണയമായി മാറി. പരാഗിന്റെ പ്രണയത്തിൽ ധൃതിയില്ലാത്തത് സ്വാർത്ഥതയില്ലാത്ത പവിത്രമായ ഭാവമാണെന്ന് രാശിയിൽ മനസ്സിലാക്കി. ത്രിവേണി സംഗമം. നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ കന്യാകുമാരിയിലെത്തി. അവിടെ അറേബ്യൻ കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്നു. പരാഗ് തന്റെ സ്നേഹനിർഭരമായ പെരുമാറ്റത്തിലൂടെ രാശീലിന്റെ മുടിയിലെ മണൽത്തരികൾ നീക്കം ചെയ്തു. സന്താന സ്വപ്നം. പരാഗ് പറഞ്ഞു, ഇവിടെ 3 സമുദ്രങ്ങൾ സംഗമിക്കുന്നു, പക്ഷേ നമ്മുടെ 2 മനസ്സുകളും സംഗമിക്കുകയാണ്. ഇതിന് പരാഗ് മറുപടി നൽകി, നമ്മുടെ രണ്ടുപേരുടെയും സംഗമത്തിൽ നിന്ന് നമ്മുടെ സന്താനം ജനിക്കും, അതും ഒരു ത്രിവേണി സംഗമമായിരിക്കും. മാതൃത്വത്തെക്കുറിച്ചുള്ള സംശയം. സന്താനത്തെക്കുറിച്ചുള്ള സംസാരം കേട്ടപ്പോൾ രാശീലിന്റെ മനസ്സിൽ ഒരു ആഴത്തിലുള്ള സംശയം ഉയർന്നു. ജേഡ് 1 വർഷത്തോളം ശ്രമിച്ചിട്ടും അവൾ ഗർഭിണിയായിരുന്നില്ല. രാശിയിൽ ചിന്തിച്ചു, പരാഗ്, എന്നിൽ വല്ല കുറവുമുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ സന്താനത്തിന് ജന്മം നൽകാൻ കഴിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ സംഗമം ഒരു ത്രിവേണി ആയി മാറില്ല. രാശിയിൽ തന്റെ സംശയം പരാഗിൽ നിന്ന് മറച്ചുവെച്ചില്ല. ഒരു വശത്ത് പരാഗ് ജന്മജന്മാന്തരങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, മറുവശത്ത് രാശിയിൽ താൻ ഒരിക്കലും ഒരു അമ്മയാകില്ലേ എന്ന് ഭയപ്പെടുന്നു. പരാഗിന് ഈ ആശങ്കയെ നേരിടാൻ കഴിയുമോ? ദാർശനിക പ്രണയവും അറ്റമില്ലാത്ത വിശ്വാസവും മാതൃത്വഭയത്തിന്റെ പരീക്ഷയും. പ്രേം അൻമോൾ ഹോദ ഹായ് വാണിയിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 56. ജന്മജന്മാന്തരങ്ങളുടെ രഹസ്യം. കന്യാകുമാരി സംഗമം. മാതൃത്വത്തെക്കുറിച്ചുള്ള സംശയം. രാശീലിന് പിന്നിൽ ചുവരിലെ ചിത്രങ്ങൾ നോക്കി നിന്ന പരാഗ് രാശിയിൽ പിറുപിറുക്കുന്നത് കേട്ടു. രാശിയിൽ, എനിക്ക് തോന്നുന്നത് നമ്മൾ മഹാരാജ രത്തൻ സിംഗിന്റെയും മഹാറാണി പത്മിനിയുടെയും ആത്മാക്കളാണെന്നാണ്. അവർ ഈ ജന്മത്തിൽ നീയും ഞാനുമായി ജനിച്ചിരിക്കുന്നു, പരാഗ് പറഞ്ഞു. ആദ്യം രാശിയിൽ പരാഗ് തമാശ പറയുകയാണെന്ന് കരുതി. എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ പരാഗിന്റെ മുഖത്ത് പരിഹാസമൊന്നും കണ്ടില്ല. അവൻ ഓരോന്നും ഗൗരവത്തോടെയാണ് ആലോചിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അത് കണ്ടപ്പോൾ രാശിയിലും ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ രത്തൻ സിംഗും പത്മിനിയുമാണെങ്കിൽ ആ ജേഡ് ആരാണ്? ജൗഹർ ചെയ്ത് തന്റെ ശീലം കാത്തുസൂക്ഷിച്ച ആ വീരനായിക പത്മിനി. പക്ഷെ ഈ ജന്മത്തിൽ എന്റെ ശീലം ജേഡ് തകർത്തു കളഞ്ഞല്ലോ. രാശീലിന് തന്റെ കഴിഞ്ഞ കാലത്തെ കൈബേറിയ ഓർമ്മകൾ വന്നു. അവൾ പരാഗിൽ നിന്ന് ഇതിനുള്ള മറുപടിക്കായി കാത്തിരുന്നു. രാശിയിൽ, സത്യത്തിൽ മഹാറാണി പത്മിനി നിന്റെ രൂപത്തിലല്ല ജനിച്ചത്. നിന്നിൽ രത്തൻ സിംഗിന്റെ ആത്മാവുണ്ട്, പത്മിനിയുടെ ആത്മാവ് എന്റെ രൂപത്തിലാണ് ജനിച്ചത്. ആ ജേഡ് ആ ജന്മത്തിലെ കിൽജിയാണ്. അവന് അന്നും മഹാറാണിയെ തൊടാൻ കഴിഞ്ഞില്ല, ഇനിയൊരിക്കലും കഴിയില്ല, പരാഗ് മറുപടി നൽകി. പരാഗ് നന്നായി കഥകൾ മെനയുന്നുണ്ടെന്ന് രാശീലിന് തോന്നി. അവൾക്ക് ആ വാക്കുകൾ രസകരമായി തോന്നി. ആത്മാവ് ഒരു ജന്മത്തിൽ പുരുഷനായും മറ്റൊരു ജന്മത്തിൽ സ്ത്രീയായും ജനിക്കുന്നത് സാധ്യമാണോ? അവൾ ചോദിച്ചു. അതെ, ഒരു സ്ത്രീക്ക് തന്റെ പരാക്രമത്തിലൂടെ അടുത്ത ജന്മത്തിൽ പുരുഷനായി ജനിക്കാം. നിന്നെ ദ്രോഹിച്ചവന്റെ പൗരുഷം ഇല്ലാതാക്കിയ നീ അടുത്ത ജന്മത്തിൽ പുരുഷനായി ജനിക്കും. ഡ്രഗ്സ് മൂലം ഞാൻ പീഡിപ്പിക്കപ്പെട്ടതിനാൽ അടുത്ത ജന്മത്തിൽ ഞാൻ സ്ത്രീയായി ജനിക്കും, പരാഗ് ഒരു പ്രവചനം പോലെ പറഞ്ഞു. രാശീലിന് പരാഗിന്റെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസം തോന്നിയില്ല. എങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ ജന്മജന്മാന്തരങ്ങൾ ഒന്നിച്ചുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൾ ചോദിച്ചു. അതെ, അത്യധികം പ്രണയമുള്ള ദമ്പതികൾ എല്ലാ ജന്മത്തിലും ഒന്നിച്ചുണ്ടാകും. 13 വയസ്സു മുതൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു. നീ നിരസിച്ചിട്ടും അവസാനം നീ സമ്മതിച്ചു. അതായത് നമ്മൾ ജന്മജന്മങ്ങളായി ഭാര്യാഭർത്താക്കന്മാരായിരുന്നു, പരാഗ് വിശദീകരിച്ചു.
രാശീലിന് ഇത് ഒരു സങ്കല്പമായി തോന്നിയെങ്കിലും അവളുടെ മനസ്സ് ഇതിനെ സത്യമായി വിശ്വസിക്കാൻ ആഗ്രഹിച്ചു. പരാഗ് തന്നെ ജന്മജന്മങ്ങളുടെ പങ്കാളിയായി കാണുന്നതിനാൽ തന്റെ വിശ്വാസം ഒരിക്കലും തകരില്ലെന്ന് അവൾ വിശ്വസിച്ചു. ഇതിലൂടെ പരാഗിനോടുള്ള സ്നേഹവും ബഹുമാനവും അവളിൽ വർദ്ധിച്ചു. സ്ത്രീ പുരുഷ ആത്മാക്കളുടെ മാറ്റത്തെ വിശ്വസിക്കുന്ന പരാഗിനെപ്പോലൊരു പുരുഷൻ തീർച്ചയായും രണ്ടുപേർക്കും തുല്യ ബഹുമാനം നൽകുമെന്ന് അവൾ കരുതി. ഇത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ പരാഗിനെ കളിയാക്കുമെന്ന് രാശീൽ ഭയപ്പെട്ടു. തന്റെ ബഹുമാനത്തിനായി അത് പുറത്തു പറയരുതെന്ന് അവൾ അവനോട് ആവശ്യപ്പെട്ടു. പരാഗ്, നമ്മുടെ ഈ ജന്മജന്മാന്തര രഹസ്യം മറ്റാരോടും പറയരുത്, രാശീൽ അവനെ താക്കീത് ചെയ്യുന്നത് പോലെ പറഞ്ഞു. രാശീൽ, ഇത് ഈ സ്ഥലത്തിന്റെ സ്വാധീനത്താൽ എന്റെ മനസ്സിൽ വന്നതാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ കോട്ട നമ്മളെ വിളിച്ചതുപോലെ തോന്നുന്നു. ഞാനിത് ആരോടും പറയില്ല, പരാഗ് പറഞ്ഞു. രാശീൽ അല്പം ശാന്തയായി. എങ്കിലും പരാഗ് അസാധാരണനായ ഒരാളാണോ എന്ന സംശയം അവളിൽ തോന്നി. വിവാഹം നടക്കാൻ പോവുകയാണെങ്കിലും ശാരീരികമായ ഒന്നിലും അവൻ മുതിരാത്തത് അവളിൽ അത്ഭുതമുണ്ടാക്കി. ഈ ചിന്ത അവൾക്കിഷ്ടപ്പെട്ടില്ല. എങ്കിലും ഒരു മാസത്തോളം ഒപ്പമുണ്ടാകുമ്പോൾ പരാഗിനെ പൂർണ്ണമായും മനസ്സിലാക്കാമെന്ന് അവൾ കരുതി. പിന്നീട് അവർ ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സന്ദർശിച്ചു. സർദാർ പട്ടേലിന്റെ പ്രതിമ കണ്ട് രാശീൽ അത്ഭുതപ്പെട്ടു. ഒരു വ്യക്തിക്ക് ഇത്ര ഉയരമുള്ള വ്യക്തിത്വമുണ്ടാകുമെന്ന് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലുമാകില്ല, രാശീൽ പറഞ്ഞു. പ്രണയം വിരാട് രൂപം കൈക്കൊള്ളുമ്പോൾ വ്യക്തിത്വവും മഹത്തരമാകും. പട്ടേലിന്റെ മാതൃഭൂമിയോടുള്ള പ്രണയം അത്തരത്തിലുള്ളതാണ്, പരാഗ് പറഞ്ഞു. നമ്മുടെ പ്രണയവും സ്വാർത്ഥതയില്ലാത്തതാണെങ്കിൽ അത് മറ്റുള്ളവരെ സഹായിക്കുന്ന നിലയിലേക്ക് വളരുമെന്ന് പരാഗ് പറഞ്ഞു. പിന്നീട് അവർ കന്യാകുമാരിയിലെത്തി. സമുദ്രതീരത്തിന്റെ ഭംഗി കണ്ട് രാശീൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ സന്തോഷിച്ചു. വാവ് പരാഗ്, ഇവിടെ 3 സമുദ്രങ്ങൾ സംഗമിക്കുന്നത് എത്ര അത്ഭുതകരമാണ്, സ്വരചിഹ്നം ആശയിൽ പറഞ്ഞു. പരാഗ് അവളുടെ മുടിയിലെ മണൽ സ്നേഹത്തോടെ നീക്കം ചെയ്തു. 3 സമുദ്രങ്ങളുടെ സംഗമം പോലെ തങ്ങളുടെ 2 മനസ്സുകളുടെ സംഗമത്തെക്കുറിച്ച് അവൻ സംസാരിച്ചു. നമ്മുടെ സംഗമത്തിലൂടെ നമ്മുടെ സന്താനം ജനിക്കും, അത് 3ാമതൊരു ജീവിതധാരിയായി ഈ ലോകം കാണും, പരാഗ് പറഞ്ഞു. എന്നാൽ ആ വാക്ക് കേട്ടപ്പോൾ രാശീലിന് ഭയം തോന്നി. മുൻപ് ജേഡിനൊപ്പമായിരുന്നപ്പോൾ അവൾ ഗർഭിണിയായിരുന്നില്ല. പരാഗ്, ഒരു വേള എന്നിൽ വല്ല കുറവുമുണ്ടെങ്കിൽ എനിക്ക് സന്താനത്തിന് ജന്മം നൽകാൻ കഴിഞ്ഞില്ലെങ്കിലോ, നമ്മുടെ ത്രിവേണി സംഗമം പൂർണ്ണമാകില്ലല്ലോ, അവൾ തന്റെ സംശയം വെളിപ്പെടുത്തി. എപ്പിസോഡ് 56 അവസാനിച്ചു. എപ്പിസോഡ് 57. നമസ്തേ, നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ രാശീലിനെ സന്താനമില്ലാത്ത അവസ്ഥയെക്കുറിച്ചുള്ള ഭയം വേട്ടയാടുകയായിരുന്നു. ഇന്ന് പരാഗിന്റെ അചഞ്ചലമായ ആത്മവിശ്വാസം, ഒരു പുരുഷന്റെ സ്വപ്നദോഷത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തൽ, വിവാഹം വേണ്ടെന്ന എന്റെ തീരുമാനത്തെ മാറ്റിമറിച്ച രാശീലിന്റെ പ്രണയകഥയുടെ ശുഭകരമായ അന്ത്യം എന്നിവ നിങ്ങൾ കേൾക്കും. നെഗറ്റിവിറ്റിക്കെതിരെയുള്ള പോരാട്ടം. രാശീലിന്റെ സംശയത്തിന് പരാഗ് ആത്മവിശ്വാസത്തോടെ മറുപടി നൽകി. നമ്മൾ പോസിറ്റീവായി മാത്രമേ ചിന്തിക്കാവൂ. ഇന്നത്തെ വൈദ്യശാസ്ത്രം വളരെ വികസിച്ചിരിക്കുന്നു. പരാഗിന്റെ പ്രണയത്തിൽ ലയിച്ചുപോയ രാശീലിന് തോന്നി, നിങ്ങളെപ്പോലെ വിവേകിയും യോഗ്യനുമായ ഒരു ഭർത്താവിനൊപ്പം എന്റെ ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും സമൃദ്ധിയും ലഭിക്കും. സംസ്കാരം പാലിക്കൽ. യാത്രക്കിടയിൽ പരാഗിന് സ്വപ്നദോഷം ഉണ്ടായി. തന്റെ ആകാംക്ഷ ശമിച്ച ശേഷം രാശീൽ ആംഗ്യഭാഷയിലൂടെ വിവാഹത്തിനു മുമ്പ് ശാരീരിക ബന്ധത്തിന് അനുവാദം നൽകി. എന്നാൽ പരാഗ് അത് നിരസിച്ചു. ഇല്ല രാശീൽ, എനിക്ക് ക്ഷമയുണ്ട്. വിവാഹത്തിനു മുമ്പ് എനിക്കിത് ചെയ്യാൻ താൽപ്പര്യമില്ല. രാശീൽ അവനെ പ്രശംസിച്ചു. നിങ്ങൾ നമ്മുടെ സംസ്കാരം പാലിക്കുന്നു, അത് വലിയൊരു കാര്യമാണ്. അശുഭകരമായ സങ്കല്പം. പരാഗ് വിശദീകരിച്ചു. ഒരുപക്ഷെ എന്തെങ്കിലും കാരണത്താൽ അപ്രതീക്ഷിതമായി ഞാൻ മരിക്കുകയാണെങ്കിൽ നമ്മുടെ വിവാഹം നടന്നില്ലെങ്കിൽ. രാശീൽ അവന്റെ വായ മൂടി. പക്ഷേ വിവാഹത്തിനു മുമ്പ് മര്യാദ പാലിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായി. ഗംഗാ സ്നാനവും പ്രണയത്തിന്റെ പരമകാഷ്ഠിയും. പ്രയാഗരാജിൽ വെച്ച് രണ്ടുപേരും ഗംഗയിൽ മുങ്ങിനിവർന്നു. രാശീലിന് തോന്നി, നിങ്ങളുടെ പ്രചോദനത്താൽ എന്റെ പാപങ്ങളും കഴുകിക്കളയപ്പെടും. ഏകദേശം 1 മാസത്തെ ഈ യാത്ര അവരുടെ പ്രണയത്തെ കൂടുതൽ ആഴമുള്ളതാക്കി. പ്രണയത്തിന്റെ ദേവൻ. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ രാശീൽ തന്റെ ഹൃദയം തുറന്നു. നിങ്ങൾ നിങ്ങളുടെ പ്രിയതമയോടൊപ്പം 1 മാസം ഏകാന്തമായ സ്ഥലങ്ങളിൽ കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾ അവളിൽ നിന്ന് ലൈംഗിക സുഖം നേടാൻ ശ്രമിച്ചില്ല. ഇങ്ങനെയുള്ള ഒരു ആൺകുട്ടി ഉണ്ടാകുമെന്ന് ഈ ദിവസങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കിയത്, അവൾ വികാരാധീനയായി പറഞ്ഞു. നിങ്ങൾ എനിക്ക് പ്രണയത്തിന്റെ ദേവനാണ്. എന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള എല്ലാ മുറിവുകളും നിങ്ങളുടെ പ്രണയത്താൽ ഉണങ്ങിയിരിക്കുന്നു. വിവാഹത്തിനുള്ള തിടുക്കം. വിവാഹത്തിനായി തിടുക്കം കാണിച്ചുകൊണ്ട് രാശീൽ പരാഗിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്താൻ ശ്രമിക്കൂ. എനിക്കിനി കാത്തിരിക്കുന്ന ഓരോ ദിവസവും പ്രയാസകരമായിരിക്കും. എന്റെ സംഘർഷം. രാശീൽ തന്റെ കഥ പൂർത്തിയാക്കിക്കൊണ്ട് പറഞ്ഞു. പരാഗിന്റെ സ്വഭാവം പത്മിനിയെപ്പോലെയാണെന്ന്, കൂടാതെ എന്റെ തീരുമാനം പുനഃപരിശോധിക്കാനും ആവശ്യപ്പെട്ടു.
ഞാൻ ഉറക്കമുണർന്നപ്പോൾ സങ്കടത്തിലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇന്ത്യയേക്കാൾ അമേരിക്കയാണ് ഇഷ്ടം, കാരണം ഇവിടെ സ്വപ്നിലിന്റെ സാമീപ്യമുണ്ട്. സ്വപ്നിലിനൊപ്പം എവിടെയും എനിക്ക് സന്തോഷമായിരിക്കാൻ കഴിയും. സ്വപ്നിലില്ലെങ്കിൽ സ്വർഗം പോലും എനിക്ക് നരകമായിരിക്കും. റിഹേഴ്സൽ സമയം. എന്റെ സങ്കടം മറക്കാൻ ഞാൻ രാശീലിനോട് നാനിക്ക് അവധി നൽകാൻ പറഞ്ഞു. പരിഷ്ണിയുടെ കൂടെ ഇന്ന് ഞാൻ ഇരിക്കാം. ഇത് എനിക്കൊരു റിഹേഴ്സൽ പോലെയായിരുന്നു. സ്കെച്ച് നിർമ്മാണത്തിന് അനുവാദം. ഉച്ചയ്ക്ക് ഞാൻ പരിഷ്ണിയെ തട്ടി ഉറക്കുകയായിരുന്നു. അപ്പോഴാണ് സ്വപ്നിൽ എന്റെ മുറിയിലേക്ക് വന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ഈ രംഗം സങ്കൽപ്പിച്ചാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ അനുവാദം നൽകുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സ്കെച്ച് നിർമ്മിക്കണമെന്നുണ്ട്. അമ്മയ്ക്കും കുഞ്ഞിനുമൊപ്പം എന്റെ ഒരു സ്കെച്ച് വരക്കാൻ സ്വപ്നിൽ അനുവാദം ചോദിച്ചിരിക്കുന്നു. ഇത് അവന്റെ ഭാവി സ്വപ്നത്തിന്റെ സൂചനയാണോ? ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനു മുമ്പ് സ്വപ്നിലിന്റെ പ്രണയം വാക്കുകളിലൂടെ സ്വീകരിക്കാൻ എനിക്ക് കഴിയുമോ? അപൂർണമായ പ്രണയം, മാതൃത്വത്തിന്റെ റിഹേഴ്സൽ, ഒരു അവസാന സ്കെച്ചിനായുള്ള ആഗ്രഹം. പ്രേം മൻമോൾ ഹോദ ഹായ് വാണി ഈൽ. നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 57. പ്രണയത്തിന്റെ ത്രിവേണി സംഗമം. അൽക്ക മാമിന്റെ ഉപകാരം. സ്വപ്നിലിന്റെ അവസാന സമ്മാനം. നീ നെഗറ്റീവായി ചിന്തിക്കരുത്. കുറവ് പുരുഷനിലും ഉണ്ടാകാം. എന്നിലും വല്ല കുറവുമുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുണ്ടാകാൻ പ്രയാസം നേരിടാം. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കണം. ആദ്യമേ നമുക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പവുമുണ്ടാകില്ല. ഇനിയുണ്ടെങ്കിൽ തന്നെ ചെറിയ ചികിത്സയിലൂടെ അത് മാറ്റാവുന്നതേയുള്ളൂ. ഇന്നത്തെ വൈദ്യശാസ്ത്രം അത്രമേൽ വികസിതമാണ്, പരാഗ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നിങ്ങളെപ്പോലെ വിവേകിയും യോഗ്യനുമായ ഒരു ഭർത്താവിനൊപ്പം എന്റെ ജീവിതത്തിൽ എല്ലാ സുഖസമൃദ്ധികളും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാശിയിൽ ഇത് പറയുമ്പോൾ അവളുടെ മനസ്സും ഹൃദയവും പരാഗിന്റെ പ്രണയത്തിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. രാശിയിൽ തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് പരാഗ് രാശീലിനെ ചേർത്തുപിടിച്ച് ആലിംഗനം ചെയ്തു. കന്യാകുമാരി ബീച്ചിൽ അവർ രണ്ടുപേരും തിരമാലകൾക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് അവർ പരസ്പരം തളിച്ചു. അന്ന് രാത്രി കന്യാകുമാരിയിലെ ഹോട്ടലിലും മറ്റുള്ള സ്ഥലങ്ങളിലെന്ന പോലെ അവർ ഒരേ കട്ടിലിൽ കിടന്നുറങ്ങി. പുലർച്ചെ 3 മണി കഴിഞ്ഞപ്പോൾ രാശിയിൽ പെട്ടെന്നുണർന്നു. അടുത്ത് കിടക്കുന്ന പരാഗിന്റെ ശ്വാസോച്ഛ്വാസം വേഗത്തിലാണെന്ന് അവൾ ശ്രദ്ധിച്ചു. അവന് വല്ല പ്രശ്നവുമുണ്ടോ എന്നറിയാൻ അവൾ നൈറ്റ് ലാമ്പ് ഓൺ ചെയ്തു. മങ്ങിയ വെളിച്ചത്തിൽ പരാഗ് നല്ല ഉറക്കത്തിലാണെന്ന് അവൾ കണ്ടു. കമിഴ്ന്നു കിടന്നുറങ്ങുന്ന അവൻ വേഗത്തിൽ ശ്വാസം വിടുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ശരീരം വിചിത്രമായ രീതിയിൽ ചലിക്കുന്നുമുണ്ടായിരുന്നു. അവൻ എന്തോ സ്വപ്നം കാണുകയാണെന്ന് അവൾക്ക് തോന്നി. അവനെ ഉണർത്താൻ തുടങ്ങിയപ്പോൾ അവൻ ശാന്തനായി. രാശിയിൽ സമാധാനത്തോടെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. അല്പസമയത്തിനു ശേഷം പരാഗ് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. രാവിലെ വാഷ്റൂമിൽ രണ്ടുപേരും ഒരുമിച്ച് ബ്രഷ് ചെയ്യുകയാണ്. പരാഗ്, രാത്രി നീ എന്തോ സ്വപ്നം കണ്ട് അസ്വസ്ഥനായി ഇരിക്കുന്നത് ഞാൻ കണ്ടു, രാശിയിൽ ചോദിച്ചു. രാശിയിൽ ഞാൻ അസ്വസ്ഥനായിരുന്നില്ല. പുരുഷന്മാരിൽ സാധാരണയായി ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോവുകയായിരുന്നു ഞാൻ, പരാഗ് നാണത്തോടെ പറഞ്ഞു. നീ എന്താണ് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല, രാശിയിൽ പറഞ്ഞു. അതൊരു സ്വപ്നദോഷമാണ്. പുരുഷന്മാർക്ക് ഇടയ്ക്ക് ഇങ്ങനെയുണ്ടാകാറുണ്ട്. അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല, പരാഗ് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. പരാഗ് പുറത്തേക്ക് പോയി. പരാഗ് പറഞ്ഞതിന്റെ അർത്ഥം അറിയാൻ രാശീലിന് കൗതുകം തോന്നി. അവന്റെ സങ്കോചം കണ്ട് അവൾ കൂടുതൽ ചോദിച്ചില്ല. ദിവസം മുഴുവൻ അവർ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിച്ചു. ഇടയ്ക്ക് രാശിയിൽ ഗൂഗിൾ ചെയ്ത് പരാഗിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള തന്റെ സംശയം തീർത്തു. പരാഗ്, നമ്മൾ ഉടനെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എതിർപ്പില്ല, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് രാശിയിൽ ആംഗ്യഭാഷയിൽ പറഞ്ഞു. വേണ്ട രാശിയിൽ, എനിക്ക് ക്ഷമയുണ്ട്. വിവാഹത്തിനു മുമ്പ് എനിക്ക് ഇത് ചെയ്യാൻ ആഗ്രഹമില്ല, അവളുടെ മനസ്സു മനസ്സിലാക്കി പരാഗ് പറഞ്ഞു. നീ അമേരിക്കയിൽ ജനിച്ചു വളർന്നവനാണ്, എന്നിട്ടും നീ നമ്മുടെ സംസ്കാരം പാലിക്കുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്, രാശിയിൽ അവനെ പ്രശംസിച്ചു. നമ്മുടെ സംസ്കാരം മികച്ചതാണ്. അപകടസാധ്യതകൾ മുൻകൂട്ടി കണ്ട് ജീവിതക്രമങ്ങൾ നിശ്ചയിക്കുന്നതാണത്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായി എനിക്ക് മരണം സംഭവിച്ചാൽ നമ്മുടെ വിവാഹം നടന്നില്ലെങ്കിൽ പരാഗിന്റെ വാക്കുകൾ അപൂർണമായി. രാശിയിൽ അവന്റെ വായ പൊത്തിക്കൊണ്ട് പറഞ്ഞു. പരാഗ്, അശുഭകരമായത് ഒന്നും പറയരുത്, എനിക്കത് താങ്ങാൻ കഴിയില്ല. പരാഗ് പറയാൻ വന്നതിന്റെ ഗൗരവം അവൾക്ക് മനസ്സിലായി. ആ മോശം ചിന്ത അവളെ അസ്വസ്ഥയാക്കി. വിവാഹത്തിനു മുമ്പ് മര്യാദകൾ പാലിക്കേണ്ടത് എന്തിനാണെന്ന് അവൾക്ക് ബോധ്യമായി. സോറി, നിന്നെ വിഷമിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പരാഗിന്റെ സ്വരത്തിൽ പശ്ചാത്താപമുണ്ടായിരുന്നു. കന്യാകുമാരിക്ക് ശേഷം മൈസൂരും തിരുപ്പതിയും സന്ദർശിച്ച് പരാഗും രാശിയിലും വീണ്ടും വടക്കോട്ട് യാത്ര തിരിച്ചു. തിരികെ വീട്ടിലെത്തുന്നതിന് മുമ്പുള്ള അവസാന ലക്ഷ്യം പ്രയാഗ്രാജ് ആയിരുന്നു. രാശിയിൽ നമ്മൾ ത്രിവേണി സംഗമത്തിൽ ഗംഗാ സ്നാനം ചെയ്യും, പരാഗ് പറഞ്ഞു. ശരി, നിന്റെ പ്രചോദനത്താൽ എന്റെ പാപങ്ങളും കഴുകിക്കളയപ്പെടും, രാശിയിൽ പ്രതീക്ഷയോടെ പറഞ്ഞു. ആ പാപം നീ ചെയ്തതല്ല. ഗംഗാ സ്നാനത്തിനു ശേഷം നീ അത് എന്നേക്കുമായി മറക്കണം. പരാഗിന്റെ സ്വരത്തിൽ അനുകമ്പയുണ്ടായിരുന്നു.
പ്രയാഗരാജിൽ വെച്ച് രണ്ടുപേരും ഒരുമിച്ച് ഗംഗയിൽ മുങ്ങി. ഏകദേശം ഒരു മാസത്തെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും അവർക്കിടയിലെ പ്രണയമാഴത്തിലായി. ഇപ്പോൾ സംശയങ്ങളൊന്നുമില്ല, അവർ ഉടൻ വിവാഹിതരാകും. ഇപ്പോൾ അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ്. രാശിയിൽ 144 വർഷത്തിലൊരിക്കൽ മഹാകുംഭം വരുന്നത് അറിയാമോ? ഏകദേശം 4 വർഷത്തിന് ശേഷം ആ അത്യപൂർവ മുഹൂർത്തം വരികയാണ്. അന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് വരും. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ അന്ന് കുഞ്ഞുങ്ങളുമായി നമ്മൾ ഇവിടെ സ്നാനം ചെയ്യും. ഡ്രൈവിംഗിനിടെ പരാഗ് ആവേശത്തോടെ പറഞ്ഞു. തങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന പരാഗിന്റെ സങ്കല്പം രാശീലിനെ സന്തോഷിപ്പിച്ചു. അവന്റെ സ്നേഹത്തെക്കുറിച്ച് അവൾ വീണ്ടും ഓർത്തു. പരാഗ്, ഈ യാത്രയുടെ ഓരോ നിമിഷവും നിന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും നീ എന്നോടുള്ള പ്രണയം പ്രകടമാക്കി. ഓരോ കാര്യവും നീ നമ്മുടെ പ്രണയത്തോടാണ് ബന്ധിപ്പിച്ചത്, രാശീൽ വികാരഭരിതയായി പറഞ്ഞു. പറഞ്ഞുകൊണ്ടിരിക്കൂ രാശീൽ, നിർത്തരുത്. എനിക്കിത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്, പരാഗ് കൊഞ്ചലോടെ പറഞ്ഞു. നിന്റെ പ്രിയതമക്കൊപ്പം നീ ഒരു മാസം ഏകാന്തതയിൽ കഴിഞ്ഞിട്ടും ഒരേ കട്ടിലിൽ കിടന്നിട്ടും നീ ഒരിക്കൽ പോലും ലൈംഗിക സുഖത്തിനായി ശ്രമിച്ചില്ല. ഇങ്ങനെയുള്ള പുരുഷന്മാരുമുണ്ടെന്ന് നിന്റെ കൂടെ നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, രാശീൽ പറഞ്ഞു നിർത്തി. പരാഗ് അവളെ തടസ്സപ്പെടുത്തിയില്ല. ഈ യാത്രയുടെ അവസാനം രാശീൽ തന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്നത് അവന് വലിയ സന്തോഷം നൽകി. എന്റെ മുൻപത്തെ അനുഭവങ്ങൾ എന്നെ തകർത്തു കളഞ്ഞിരുന്നു. ആണുങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പായിരുന്നു. ഇനി ആരെയും സ്നേഹിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിരുന്നു. രാശീലിന്റെ സ്വരമിടറി. അവൾ പേഴ്സിൽ നിന്നും തൂവാല എടുത്ത് കണ്ണീർ തുടച്ചു. പരാഗ് സ്റ്റിയറിംഗിൽ നിന്നും ഒരു കൈ മാറ്റി അവളെ ആശ്വസിപ്പിച്ചു. നന്നായി പരാഗ്, അൽക്കമാമാണ് നിന്നോടുള്ള വിവാഹത്തിന് എന്നെ പ്രേരിപ്പിച്ചത്. ആണുങ്ങളെ വെറുക്കുന്ന ഏതൊരു പെൺകുട്ടിയുടെയും കാഴ്ചപ്പാട് മാറ്റാൻ നിനക്ക് കഴിയും, രാശീൽ പറഞ്ഞു. ഇനിയും പറയൂ രാശീൽ. 13 വയസ്സുമുതൽ നിന്നെ ഏകപക്ഷീയമായി പ്രണയിച്ച എനിക്ക് ഇന്ന് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നത് പോലെ തോന്നുന്നു, പരാഗ് വികാരാധീനനായി. നീ എനിക്ക് പ്രണയത്തിന്റെ ദൈവമാണ്. എന്റെ കാമദേവനാണ് നീ. എന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള മുറിവുകൾ നിന്റെ സ്നേഹത്താൽ ഉണങ്ങി. ഇനി നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് തിടുക്കമായി. എത്രയും വേഗം വിവാഹം നടത്തൂ. എനിക്കിനി കാത്തിരിക്കാൻ കഴിയില്ല. രംഗമാറ്റം. വാണി, ഇതാണ് എന്റെ പരാഗിനോടൊപ്പമുള്ള യാത്രയുടെ കഥ. അൽക്കമാമിനോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. പരാഗിന്റെ സ്വഭാവം അത്രമേൽ പവിത്രമാണ്. വിവാഹത്തിനു മുമ്പ് അവൻ ഒരിക്കൽ പോലും ഒരു ഭർത്താവിനെപ്പോലെ പെരുമാറാൻ ശ്രമിച്ചിട്ടില്ല. രാശീൽ തന്റെ മനസ്സ് തുറന്നു. ഒരു സിനിമ കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നി. രാശീലിന്റെ വാക്കുകൾ എന്റെ ചിന്തകളെ സ്വാധീനിച്ചു. തീരുമാനം മാറ്റിയത് എനിക്ക് സ്നേഹവും സന്തോഷവും നൽകി. ഇനി നിന്റെ ഊഴമാണ് വാണി. നിന്റെ തീരുമാനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യയിലേക്ക് മടങ്ങിയ ശേഷം ശാന്തമായി ആലോചിക്കൂ, രാശീൽ എന്നെ ഉപദേശിച്ചു. ഞാൻ മിണ്ടിയില്ല. ഇന്ത്യയിലേക്ക് മടങ്ങുന്ന ദിവസം അടുത്തുവരികയാണ്. സ്വപ്നിലില്ലാത്ത സ്വർഗം പോലും എനിക്ക് നരകമായിരിക്കും. ഞാൻ ശരിക്കും അവനെ പ്രണയിക്കുന്നു. എന്റെ സങ്കടം മറക്കാൻ ഞാൻ പരിഷ്ണിയുടെ കൂടെ സമയം ചെലവഴിക്കാൻ തീരുമാനിച്ചു. രാശീലിനോട് വിശ്രമിക്കാൻ പറഞ്ഞു. ശരി, നിനക്കിതൊരു നല്ല റിഹേഴ്സലായിരിക്കും, രാശീൽ എന്നെ കളിയാക്കി. ഉച്ചയ്ക്ക് ഞാൻ കുഞ്ഞിനെ ഉറക്കുമ്പോൾ സ്വപ്നിൽ എന്റെ മുറിയിലേക്ക് വന്നു. ഞാൻ ഈ ഒരു രംഗം സ്വപ്നം കണ്ടാണ് വന്നത് വാണി. അനുവാദം നൽകുകയാണെങ്കിൽ എനിക്കൊരു സ്കെച്ച് വരയ്ക്കണം, സ്വപ്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എപ്പിസോഡ് 57 അവസാനിച്ചു.